നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 23 ആണ് എൻവയോൺമെൻറ്റൽ അവെയർനെസ്. അതായത് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഞാൻ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് നോട്ട്സോ ക്ലാസ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി ശോഷണം. പരിസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ്, വായു, ജലം, ഓക്കെ, ഇതെല്ലാം കൂടി ചേർന്നതാണ്. മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ പരിസ്ഥിതി മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. ഇതിനെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയാം. അപ്പം മണ്ണ്, വായു, ജലം തുടങ്ങിയ പരിസ്ഥിതിയുടെ ഓരോ ഘടകങ്ങളും മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായും ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നു. ഇനി നമ്മുടെ എൻവയോൺമെൻറ്റിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജനസംഖ്യാ വർധനവ്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഓക്കെ, അടുത്ത് നഗരവൽക്കരണം, വനനശീകരണം, വ്യവസായവൽക്കരണം, മരങ്ങൾ വെട്ടിമുറിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പ്രകൃതി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ പബ്ലിക്കിനെ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സംരക്ഷിക്കണം എന്നുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അവെയർനെസ്സസ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ, ഒന്ന് പോസ്റ്റർ തയ്യാറാക്കാം, റാലി സംഘടിപ്പിക്കാം, ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാം. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാം നമ്മുടെ പരിസ്ഥിതി ദിനം പ്രതി ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത്, ഇനി നമുക്ക് നോക്കാം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ പ്രകൃതിയെ നമ്മൾ വേദനിപ്പിക്കുന്നുമില്ല, നമുക്ക് വികസനവും സംഭവിക്കും. അതായത് പ്രകൃതിയെ നമ്മൾ പ്രകൃതിക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് വികസനവും നടക്കും. അങ്ങനെയുള്ള വികസനത്തെ നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഓക്കെ, പുകയൊന്നും വരത്തില്ല, നമുക്ക് വികസനവും നടക്കും, പ്രകൃതിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വികസനത്തെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നു. ഇനി ഗവൺമെൻറ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച കുറച്ച് മാർഗ്ഗങ്ങളാണ്. ഒന്ന് പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കൽ, പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ, നദീ സംരക്ഷണം, പ്ലാസ്റ്റിക് നിരോധനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആര് ആസൂത്രണം ചെയ്തു? നമ്മുടെ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്വീകരിച്ച മാർഗ്ഗങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ 1, 2, 5 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഇതിൽ നിന്നല്ലാതെ വേറെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കൂല. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക.